ഞാൻ തിരുവനന്തപുരം അതിരൂപതയിൽ മൻവിള ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ മകന് കിട്ടിയ ഒരു സൗഖ്യം, അമ്മ മാതാവ് വഴി കിട്ടിയ സൗഖ്യം പറയാനാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. എൻ്റെ പേര് റോജ് എന്നാണ്. ഞാൻ 9/8 ഈ വർഷം ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ മകന് 2022 ജൂലൈ മാസം 13-ാം തീയതി പെട്ടെന്ന് ഒരു പനി വരികയും പനിയെ തുടർന്ന് അവൻ്റെ ചെവി അടഞ്ഞു പോവുകയും ചെയ്തു. 16-ാം തീയതി അവൻ്റെ ചെവി ഒട്ടും തന്നെ കേൾവിയില്ലാതായി. ഞാൻ 18-ാം തീയതി തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു തുള്ളി മരുന്ന് തന്നിട്ട് പറഞ്ഞു, ഇത് പനിയെ തുടർന്നുള്ള ഇൻഫെക്ഷനാണ്, ഇത് ചെവിയിൽ ഇട്ട് കൊടുത്താൽ മതി, ഉടൻ തന്നെ അത് മാറുമെന്ന് പറഞ്ഞു. ഞാൻ ഇട്ട് കൊടുത്തു. 19-ാം തീയതി വെളുപ്പിന് 2 മണിക്ക് ഉറങ്ങിക്കിടക്കവേ ഞെട്ടി ഉണരുകയും വേദന കൊണ്ട് പുളഞ്ഞ് നിലവിളിക്കുകയും ചെയ്തു. അവന് ഒട്ടും സഹിക്കാൻ വയ്യ, എന്തോ ചെവിയിൽ കിടന്ന് അടിക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 19-ാം തീയതി രാവിലെ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ ENT വിഭാഗത്തിൽ കൊണ്ട് കാണിച്ചു. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു അവന് ഒരു ഓഡിയോളജി ടെസ്റ്റ് എടുക്കണമെന്ന്. ഓഡിയോളജി ടെസ്റ്റ് എടുത്തു. ടെസ്റ്റിന് ശേഷം അവന് 60% കേൾവി നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു. എത്രയും പെട്ടെന്ന് സ്റ്റിറോയിഡ് 40 mg സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റിറോയിഡ് കൊടുത്തിട്ടും യാതൊരു കുറവും കണ്ടില്ല. അങ്ങനെ ഞാൻ ജൂലൈ 22-ാം തീയതി എറണാകുളം അമൃത ഹോസ്പിറ്റലിലെ ENT വിഭാഗത്തിൽ കൊണ്ടുവന്ന് കാണിച്ചു. അവിടുത്തെ ഡോക്ടർ നോക്കിയതിന് ശേഷം പറഞ്ഞു, സെയിം തന്നെയാണ്, സ്റ്റിറോയിഡ് തന്നെയാണ് ഇതിന് മരുന്ന്, വേറൊന്നും മരുന്നില്ല, സ്റ്റിറോയിഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. വേദന നിൽക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല, ഒരു ന്യൂറോ ഡോക്ടറിനെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ന്യൂറോ ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, വേറൊന്നും കാണാൻ കഴിയുന്നില്ല, ഒരു കുഴപ്പമില്ല, ഈ സ്റ്റിറോയിഡ് തന്നെ കണ്ടിന്യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചയച്ചു. പോകുന്ന വഴിക്ക് ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ മുൻപിൽ ഇറങ്ങി. ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇതിനു മുമ്പ് മകന് കിട്ടിയ 2 രോഗങ്ങളുണ്ടായിരുന്നു. ആ 2 രോഗങ്ങളും എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്, അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് സൗഖ്യം കിട്ടിയത്. പക്ഷേ എൻ്റെ മനസ്സിൽ മരുന്ന് കൊണ്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതല്ലയോ എന്ന് ഒരു ചെറിയ ചിന്താഗതി മനസ്സിലുണ്ടായിരുന്നു. അത് എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയായിരുന്നു. ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് 22-ാം തീയതി മകന് ഒട്ടും സഹിക്കാൻ പറ്റാതെ അതിശക്തമായ വേദന വന്നു. ജൂലൈ 22-ാം തീയതി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു, ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് ന്യൂറോയെ ഒന്നുകൂടെ വിടാം. അങ്ങനെ ന്യൂറോയെ കാണിച്ചു. ന്യൂറോ ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് MRI ബ്രെയിൻ എടുക്കണം. അങ്ങനെ MRI ബ്രെയിൻ എടുത്തു. ചെവിയുടെ CT സ്കാൻ എടുത്തു. അത് കഴിഞ്ഞ് റിമിറ്റോളജി ഡോക്ടർ, ഐ ഡോക്ടർ എന്നിവരെല്ലാം കാണിച്ചു. ഏതൊരു ഇതും വ്യത്യാസവും ഉണ്ടായില്ല. എന്നിട്ട് ഓഡിയോളജി ടെസ്റ്റ് എടുത്തു. അപ്പോൾ 90% കേൾവി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരു ഡോക്ടറിനെ ഞാൻ കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ചെവിയിലെടുക്കണം, അതിന് വളരെ സമയമില്ല, എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറിനോട് ചോദിച്ചു, ഇത് എടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്ന ഒരു സൂപ്രണ്ട് ENT ഡോക്ടറിനെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് എടുത്തോളൂ, ഇത് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ എറണാകുളത്ത് ഇത് എടുക്കാൻ കഴിയുള്ളൂ, എത്രയും പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 26-ാം തീയതി കിംസിലെ മോനെ അഡ്മിറ്റ് ചെയ്ത് അതിന് അനസ്തേഷ്യയൊക്കെ കൊടുത്തു. സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ചെവിയിലെടുത്തു. എടുത്തതിന് ശേഷം വേദന കൂടി, യാതൊരു കുറവും ഉണ്ടായില്ല. അവന് ഒരു ദിവസം പോലും ഉറങ്ങാൻ കഴിയില്ല, ശക്തമായ വേദനയായിരുന്നു. ചെവി ഒട്ടും കേട്ടുകൂടാതെ വന്നു. അങ്ങനെ ഞാൻ 8-ാം തീയതി വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ ഒരു ഓഡിയോളജി ടെസ്റ്റ് കൂടി എടുത്തു നോക്കി. അപ്പോഴാണ് പറഞ്ഞത്, ചെവി പൂർണ്ണമായും ഡെഡാണ്, ഇനി ഈ സൗണ്ട് തിരിച്ചു വരത്തില്ല, നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. വളരെ നിരാശയോടുകൂടി ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്നും അന്നേരം മടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ കൃപാസനത്തിൽ ധ്യാനം ഞാൻ കാണുമായിരുന്നു. അച്ഛന് ഇവിടുന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഇതെല്ലാം എല്ലാം യൂട്യൂബ് വഴി കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് മനസ്സിലായി, ഇനി എൻ്റെ മകന് പൂർണ്ണമായി സൗഖ്യം കിട്ടണമെങ്കിൽ അമ്മ മാതാവ് കനിഞ്ഞാൽ മാത്രമേ സാധിക്കൂ, അമ്മ മാതാവ് വഴി യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ വന്ന് 8-ാം തീയതി ഞാൻ ഒരിക്കൽ കൂടി ഡോക്ടറിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനി ഒരു വഴിയില്ല, നിങ്ങൾ തിരിച്ചു പൊയ്ക്കോളൂ, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. അങ്ങനെ 9-ാം തീയതി, ജൂലൈ മാസം 9-ാം തീയതി, ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ മകന് 1-ാമത്തെ നിയോഗം വെച്ചാണ് സൗഖ്യം, 1-ാമത്തെ നിയോഗം വെച്ച് ഞാൻ ഉടമ്പടി എടുത്തു.
അത് കഴിഞ്ഞ ശേഷം ഞാൻ എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളിലുള്ള ധ്യാനം കാണുമായിരുന്നു. പിന്നെ അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, ധ്യാനത്തിൽ കൂടെ അച്ഛൻ പറഞ്ഞത്, ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രാർത്ഥനയാണ്. എനിക്കത് നല്ലതുപോലെ ബോധ്യമായി. ഇത് ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ. ഞാനങ്ങനെ ഉടമ്പടി പത്രം കൊടുക്കുമായിരുന്നു, കാരുണ്യ പ്രവർത്തികൾ ചെയ്തു, രോഗികളെ സന്ദർശിച്ചു. ഉടമ്പടിയിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പരമാവധി പാലിച്ചു കൊണ്ടുപോയി. കുമ്പസാരിക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പരമാവധി പാലിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുക തന്നെയാണ് 13-ാം തീയതി, ഓഗസ്റ്റ് മാസം 13-ാം തീയതി എൻ്റെ മകൻ്റെ ചെവി ഇയർ ബാലൻസ് പോയി. സാധാരണഗതിയിൽ ഇയർ ബാലൻസ് പോയാൽ 10 ദിവസം കൊണ്ട് തിരിച്ചു വരും. പക്ഷേ എൻ്റെ മകന് കിടക്കയിൽ നിന്ന് എഴിക്കാൻ പറ്റില്ല. എണീറ്റാൽ അവൻ വീഴുന്ന അവസ്ഥ. ഒരേ കിടപ്പിൽ ആയി കിടന്നു. 13-ാം തീയതി തൊട്ട്, ഓഗസ്റ്റ് 13-ാം തീയതി തൊട്ട് ഒരേ കിടപ്പിലായിപ്പോയി. ഞാൻ വളരെയധികം കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ ഭാര്യയും കൂടി അതുമുതൽ രാവിലെ 5:30-ക്കും രാത്രി 7:30 മണിക്കും ഞങ്ങൾ നന്നവണ്ണം പ്രാർത്ഥിക്കും. ഉടമ്പടി തൈലം അവൻ്റെ ചെവിയിലിട്ട് കൊടുക്കും, അവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി നേർച്ച വസ്തുക്കളെല്ലാം കൊടുക്കും, ഉപ്പ് കൊടുക്കും, തേന് കൊടുക്കും. അങ്ങനെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടും. എല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവന് വേദന ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് പോയി. കൂടിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത്. ഞങ്ങൾ ആദ്യം ഓഗസ്റ്റ് 15-ന് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 30 വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിന് ഓഗസ്റ്റ് 30 വെച്ച് പ്രാർത്ഥിച്ചിട്ടും ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഈ 9-ാം തീയതി തന്നെ ഞാൻ അച്ഛനെ കാണാൻ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അന്ന് വൈകുന്നേരം 5 മണിക്കാണ് എനിക്ക് രോഗികൾക്കുള്ള ചീട്ട് കിട്ടിയത്. ഞാൻ നിരാശ വിടാതെ ഞാൻ തിരിച്ചു വന്നു. 11-ാം തീയതി തിരിച്ചു വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ അവന് സൈത്ത് തേച്ച് പ്രാർത്ഥിക്കുകയും ഒരു കാശുരൂപം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പല ആൾക്കാർക്കും ഇവിടെ വന്ന അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മകന് അത് പറഞ്ഞില്ല. അപ്പോൾ എനിക്കൊരു നിരാശ തോന്നി. അച്ഛൻ എന്താണ് ഇങ്ങനെ പറയാത്തത്? ഞാൻ വളരെ വിഷമിച്ചാണ് ഇവിടെ നിന്ന് പോയത്. എന്നിട്ട് ഞാൻ ഇവിടെ എറണാകുളത്ത് അടുത്തുള്ള ENT റിസർച്ച് സെൻറ്റർ, ഡോക്ടർ നൗഷാദ് റിസർച്ച് സെൻറ്ററിൽ ചെന്ന് കാണുകയും ഡോക്ടറിനെ കണ്ട് ഒന്നുകൂടി ചോദിച്ചു, എന്തെങ്കിലും ഇതിനൊരു വഴിയുണ്ടോ, ഒരു സർജറി വഴി നമുക്കിത് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന്. ഡോക്ടർ പറഞ്ഞു, അസാധ്യമാണ്. ഇനി ഇത് പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് നീ ഇനി മറ്റൊരു ഡോക്ടറിനെയും കാണാൻ പോകണ്ട. അവൻ്റെ ഒരു ചെവി ഉണ്ടല്ലോ, അത് വെച്ച് ആശ്വസിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥന വഴി നീ ഇപ്പോൾ ഒരിടത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു പറഞ്ഞു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥിച്ച് നോക്കൂ. എന്നിട്ട് എനിക്ക് ഡേറ്റ് തന്നു. ഒരു മാസം കഴിഞ്ഞ് 12-ാം തീയതി, സെപ്റ്റംബർ മാസം 12-ാം തീയതി വരാൻ ഡേറ്റ് തന്നാണ് വിട്ടത്. ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഒന്നും എനിക്ക് പ്രയോജനം ലഭിക്കാതെ വന്നപ്പോൾ സെപ്റ്റംബർ മാസം 7-ാം തീയതി ഉത്രാട ദിവസമാണ്. ഞാൻ അന്ന് രാവിലെ പതുപോലെ 5:30 മണിക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം ബൈബിളും കയ്യിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവിൻ്റെയും യേശുവിൻ്റെയും ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് ബൈബിളും കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റി, മരിച്ചവരെ ഉയർപ്പിച്ചു, തളർവാദ രോഗികളെ സുഖപ്പെടുത്തി, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി, എല്ലാം ചെയ്ത യേശുനാഥന് എന്തുകൊണ്ട് എൻ്റെ മകനെ മാത്രം സൗഖ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ വിഷമത്തോടുകൂടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മയ്ക്ക് യേശുവിനും ഒരു നിമിഷം വിചാരിച്ചാൽ മതി എൻ്റെ മകന് സൗഖ്യം ലഭിക്കാൻ. ഞാൻ അതുവരെ ചൊല്ലിക്കൊണ്ടിരുന്നത്, ഞാൻ എപ്പോഴും ബൈബിളിലെ വാക്യം എടുത്താൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, മനുഷ്യനെ കൊണ്ട് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ളതാണ് എനിക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അന്ന് രാവിലെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് അവന് വിഷമത്തോടു കൂടി ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ അവന് ഉടമ്പടി തൈലം ചെവിയിലിട്ട് കൊടുത്തിട്ട് അന്നേ ദിവസം രാവിലെ എൻ്റെ മക്കൾ എണീറ്റത് 8:30 മണിക്കാണ്. അവർ രണ്ടുപേരും കൂടി നല്ല വഴക്കായിരുന്നു രാവിലെ എണീറ്റതിന് ശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ കട്ടിലിൽ തന്നെ കിടന്നോ എന്ന് പറഞ്ഞു. അവസാനം അവൻ ഈ ശകാരിച്ചത് കൊണ്ട് ഞാൻ കുറേ ശകാരിച്ചു. രണ്ടുപേരും കൂടി വഴക്ക് കൂടിയുണ്ട്. അങ്ങനെ അവൻ കട്ടിലിൽ തന്നെ കിടന്നു. അവിടെ കിടന്ന് തന്നെ അങ്ങ് ഉറങ്ങി, വീണ്ടും ഉറങ്ങി. 9:45 ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി. ആ 9:45 കഴിഞ്ഞ് 10:45 ആയപ്പോൾ എൻ്റെ ഭാര്യ ഒരു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ എണീറ്റു, അവന് ചെവി കേൾക്കാം, പൂർണ്ണ സൗഖ്യം കിട്ടിയതുപോലെ അവന് ചെവി കേൾക്കാം, നന്നായിട്ട് ചെവി കേൾക്കാമെന്ന്. ഒരു നിമിഷം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞാൻ ഓടി വീട്ടിലേക്ക് വന്നു. അവനടുത്ത് സംസാരിച്ച് നോക്കി, അവന് ചെവി പൂർണ്ണമായും കേൾക്കാം, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ എൻ്റെ അളിയൻ ഇത് അറിഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് വണ്ടി എടുത്ത് വന്നു. അവൻ ഇയർഫോണുമായിട്ടാണ് വന്നത്. അവൻ എൻ്റെ മകൻ്റെ വലത്തെ ചെവിയിൽ ഇയർഫോൺ ഘടിപ്പിച്ചതിന് ശേഷം അവൻ പാട്ട് പ്ലേ ചെയ്ത് നോക്കി. എന്നിട്ട് അവനോട് പറഞ്ഞു, എന്താണത് കേൾക്കാൻ പറ്റുന്നതെന്ന്. അവനത് കൃത്യമായിട്ട് പറഞ്ഞു. വളരെ അതിശയത്തോടുകൂടി അവൻ ഒന്നും മിണ്ടാതെ തന്നെ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് പറഞ്ഞു, അവന് പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടിയിരിക്കുന്നു, അമ്മ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു.
ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അന്ന് ഈ 8-ാം തീയതി ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് 12-ാം ഞാൻ ഈ കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്ന് അമ്മ മാതാവിനെ നന്ദി അർപ്പിച്ചതിന് ശേഷം നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നതിന് ഡോക്ടർ നൗഷാദ് റിസർച്ച് സെൻറ്ററിൽ പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ ഇത് കേട്ട ഉടനെ വളരെ ആശ്ചര്യത്തോടെ പറഞ്ഞു, ഇതെന്തു അത്ഭുതമായിരിക്കുന്നു, നിൻ്റെ മകനെ കിട്ടാൻ ഒരു കാരണവശാലും ചാൻസ് ഇല്ല, എന്നാലും നമുക്കൊരു ഓഡിയോളജി ടെസ്റ്റ് എടുത്ത് നോക്കാം, കിട്ടിയോ ഇല്ലെന്ന് എനിക്ക് സ്ഥിരീകരിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ ഒരു ഓഡിയോളജി ടെസ്റ്റ് എടുത്ത് നോക്കി. അതിനകത്ത് അവന് നന്നായിട്ട് പൂർണ്ണമായിട്ടും കേൾവി കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. സന്തോഷത്തോടെ ഞങ്ങളെ പറഞ്ഞയച്ചു. ഞങ്ങൾ തിരിച്ച് നേരെ 13-ാം തീയതി കിംസ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഡോക്ടർ ഞങ്ങളെ കണ്ട ഉടനെ തന്നെ കുനിഞ്ഞിരിക്കുകയായിരുന്നു. ഡോക്ടറിന് എന്ത് പറയണമെന്നറിഞ്ഞില്ല. ഡോക്ടർ അങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾ ഡോക്ടറെ ചിരിച്ചുകൊണ്ട് ചെന്ന് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു. ഡോക്ടർ വളരെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് മറ്റുള്ള സഹപ്രവർത്തകരെയും വിളിച്ചു, നേഴ്സിനെയൊക്കെ വിളിച്ചു പറഞ്ഞു, അതുപോലെ ഓഡിയോളജി ടെസ്റ്റ് എടുക്കുന്ന ആ ഡോക്ടറിനെയും വിളിച്ചു പറഞ്ഞു, ഇതൊരു വലിയ സംഭവമാണ്, അവർക്ക് അമ്മ മാതാവിൻ്റെ കൃപ വഴി കിട്ടിയത് പറഞ്ഞു. അപ്പം ഡോക്ടർ ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ അത്ഭുത പ്രവൃത്തി കിട്ടിയിരിക്കുന്നത്? അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇത് ആലപ്പുഴയുള്ള കൃപാസനമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ പത്രം കൊടുത്തു. ഡോക്ടർ എല്ലാ ഡീറ്റെയിലും ഇവിടുത്തെ ചോദിച്ചു. ഇത് കേട്ടുകൊണ്ടിരുന്ന മറ്റ് രോഗികളും ഞങ്ങളെ ഇന്ന് പത്രം വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, എൻ്റെ സ്വന്തം ചിലവിൽ ഞാനൊരു ഓഡിയോളജി ടെസ്റ്റ് എടുത്ത് നോക്കാം, എനിക്കിതൊരു സ്ഥിരീകരിക്കണം, ഞങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി മാത്രമാണ്, അവനിത് കിട്ടിയോ എന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ ഡോക്ടർ ഒരു ഓഡിയോളജി ടെസ്റ്റ് കൂടി എടുത്തു. അതിനകത്താണ് ഡോക്ടറിനും ഞങ്ങൾക്ക് മനസ്സിലായത്, സാധാരണഗതിയിൽ ലെഫ്റ്റിനകത്തുള്ളായിരുന്നു 96%, ഇത് കിട്ടിയിരിക്കുന്നത് 97%. അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്ന കൃപ ഉണ്ടായിരുന്ന കേൾവിയേക്കാളും കൂടുതൽ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് രണ്ടാമത്തെ നിയോഗമായിട്ട് പറയാനുള്ളത്, എനിക്കൊരു വീടും സ്ഥലവും വിൽക്കാനുണ്ടായിരുന്നു. എത്ര നോക്കിയിട്ടും വിറ്റ് പോകുന്നില്ല. വില ഇത്തിരി കൂടുതലായിരുന്നതുകൊണ്ട് അത് വിറ്റ് പോകാതെ നിന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഒരു പാർട്ടി വരുമെന്ന് പറഞ്ഞു. അത് ഞാനും എൻ്റെ ഭാര്യയും കൂടി കുറച്ച് നേരത്തെ പോയി കൃപാസനത്തിലെ ഉടമ്പടി ഉപ്പ് ആ 4 മൂലകളിൽ ഇടുകയും അവിടെ വിതറുകയും ചെയ്തു. ഇതിൽ ചവിട്ടിയാണ് വൈകുന്നേരം 6:30 അവർ വന്ന് അകത്ത് കയറിയത്. അകത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് കാശുരൂപം വച്ചിരുന്നു. അവർ വന്ന് കയറി വെറുതെ ഒന്ന് കാണാൻ വന്നതാണ് അവർ വന്ന് കയറി അത് കണ്ടുപോയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ വന്ന് ഞങ്ങൾ പറഞ്ഞിരുന്ന അതേ വിലയ്ക്ക് അവർ അഡ്വാൻസ് തന്നു. ആ വസ്തുവും വീടും എനിക്ക് വിൽക്കാൻ സാധിച്ചു. അടുത്ത് മൂന്നാമത് ഇത് ഉടമ്പടിയിൽ വയ്ക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ നടന്നത്. എൻ്റെ മകൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവൻ്റെ കാലിൻ്റെ വിരലിൽ ഒരു ഇൻഫെക്ഷൻ വരികയും അതിനെ തുടർന്ന് അത് നല്ല പഴുത്ത് വരികയും ചെയ്തു. അങ്ങനെ തിരുവനന്തപുരത്തുള്ള SP ഹോസ്പിറ്റലിൽ SP ഫോർട്ട് ആശുപത്രിയിൽ കാണിക്കുകയും അത് വിരൽ ഒരു സർജറി ചെയ്താൽ മാത്രമേ അത് ശരിയാവുള്ളൂ എന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പം ഞങ്ങൾക്ക് ഈ കൃപ കിട്ടിയിരിക്കുന്ന വിവരം ആ സ്കൂളിലെ എല്ലാവർക്കും അറിയാം. ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെ പാരൻസിനും എല്ലാം അറിയാം. അവൻ കുറച്ച് നാൾ 3 മാസത്തോളം സ്കൂളിൽ പോകാതിരുന്നതാണ്. അപ്പോൾ എല്ലാ കുട്ടികളുടെയും പാരൻസിന് അതറിയാം ആയിരുന്നു. അവർ പറഞ്ഞു, ആ കുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കൃപാസനത്തിൽ നിന്നല്ലേ നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം കൃപകളെല്ലാം കിട്ടിയത്, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിരിക്കുന്ന ആ ഉടമ്പടിയുടെ ഉപ്പും അതുപോലെ പത്രവും ഞങ്ങൾക്കൊന്ന് തരുമെന്ന് ചോദിച്ചു. ഞങ്ങളത് കൊടുക്കുകയും എൻ്റെ മകൻ കൊണ്ടുവന്ന ഉടമ്പടി തൈലം ആ കുഞ്ഞിൻ്റെ കാലിൽ പുരട്ടി കൊടുക്കുകയും ചെയ്തു. 3 ദിവസം പുരട്ടിയതേ ഉള്ളൂ, അത് പൂർണ്ണമായിട്ടും കരിഞ്ഞുണങ്ങി. അത് ഒരു അക്രൈസ്തവരാണ്. അവർ SP ഫോർട്ട് ആശുപത്രിയിൽ പോവുകയും അത് ഇനി ഒന്നും ചെയ്യേണ്ട, അത് നല്ലതായിട്ട് കരിഞ്ഞുണങ്ങിയെന്ന് പറയുകയും ചെയ്തു. അവർ ഉടനെ തന്നെ ഈ കൃപാസനത്തിൽ വരും. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം അവർ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഒട്ടനവധി ചെറുതും വലുതുമായ ഉടമ്പടി നേർച്ചകൾ കൊണ്ട് ഒട്ടനവധി ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചു. എന്നെയൊക്കെ എൻ്റെ കുടുംബത്തിന് ലഭിച്ചു. അമ്മ മാതാവ്, കൃപാസന അമ്മ മാതാവ് ഒരു അനുഗ്രഹങ്ങളുടെ ഒരു കലവറയാണ്. അവിടെ നിന്ന് നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ കറക്റ്റായിട്ടുള്ള ഉടമ്പടിയും അത് പാലിച്ചാൽ നമുക്ക് കൃപ ലഭിക്കും എന്നുള്ളതിന് ഞാനൊരു സാക്ഷിയാണ്. ഞാനും എൻ്റെ കുടുംബവും അതിനൊരു സാക്ഷിയാണ്. ഇപ്പം യൂട്യൂബുകളിലെല്ലാം നമ്മളിടുന്നതിന് കമൻറ്റുകൾ അയക്കുന്നുണ്ട്, പലരും കമൻറ്റുകൾ അയക്കുന്നുണ്ട്. ദയവായി നിങ്ങൾ അങ്ങനെ അയക്കരുത്. കാരണം ഞാൻ ഒരു സാക്ഷിയാണ്. എന്നടുത്ത് ചോദിച്ചാൽ ഞാൻ എൻ്റെ റെക്കോർഡുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കോപ്പികളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം കമൻ്റ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അമ്മ മാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു.